ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് സിന്ദൂരം എങ്ങനെയാണ് വീട്ടിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന 3 സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സിന്ദൂരം കടയിൽ നിന്ന് വാങ്ങാതെ ചെയ്തെടുക്കാൻ കഴിയും. അതിന് വേണ്ടത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന മഞ്ഞളല്ല, അല്ലാതെ നമുക്ക് നാടൻ മഞ്ഞൾ വാങ്ങി പൊടിച്ച് അല്ലെങ്കിൽ അല്ലാതെയും പാക്കറ്റിലും കിട്ടും. നല്ല ഒറിജിനലായിട്ടുള്ള മഞ്ഞൾപ്പൊടി എടുക്കുക. നമുക്ക് എത്രയാണോ കുങ്കുമം ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചുള്ള മഞ്ഞളെടുക്കുക. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അത് വേണം. പിന്നെ നമ്മുടെ വീട്ടിൽ എടുക്കുന്ന സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അതെടുക്കണം. പിന്നെ നാരങ്ങ വേണം. നാരങ്ങ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന മഞ്ഞൾപ്പൊടിക്ക് അനുസരിച്ച് നാരങ്ങയും കൂടെ വേണം. ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് സിന്ദൂരം ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് കുറച്ച് മഞ്ഞളെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് നാരങ്ങാ നീര് പിഴിഞ്ഞ് ഒഴിക്കാം. നാരങ്ങാ നീര് ഒഴിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് ഈ കളറ് കൂടിയും കുറഞ്ഞുമൊക്കെ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് കൂടുതലായിട്ട് എടുക്കുന്നവർ 2 നാരങ്ങയെങ്കിലും കയ്യിൽ വെച്ചേക്കണം. ഇതിപ്പോൾ ഞാൻ കുറച്ചായതുകൊണ്ട് മിക്കവാറും ഒരെണ്ണമൊക്കെ മതിയാകും. അപ്പം നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീര് ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അതിനുള്ള അല്ലി അതിനകത്ത് കാണും. അപ്പോൾ നമ്മൾ ഈ കുഴയ്ക്കുന്ന സമയത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളതങ്ങ് എടുത്താൽ മതി. അപ്പം എനിക്ക് കുറച്ചേ ഉള്ളത് കൊണ്ട് അത് നമുക്ക് കുറച്ച് അരമുറി തന്നെ മതിയാവുമെന്നാണ് തോന്നുന്നത്. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. കൈവച്ച് തന്നെ നമ്മൾ ഒത്തിരി തവണ ഇങ്ങനെ മിക്സ് ചെയ്ത് എല്ലായിടത്തും ആ നാരങ്ങ നീര് ആക്കി കൊടുക്കുക. കളർ കുറയുന്നതിനനുസരിച്ച് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കണം കുറച്ച് നേരം. എന്നിട്ട് സോഡാപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം ഇതിന് ആവശ്യമുള്ള കുറച്ച് സോഡാപ്പൊടി കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അതുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സിങ്ങിലാണ് നമുക്ക് ആ കളറും എല്ലാം കിട്ടുന്നത്. നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഇതിന് 1 കപ്പാണ് നമ്മൾ മഞ്ഞൾപ്പൊടി എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് സോഡാപ്പൊടിയും കൂടി എടുക്കണം. നമുക്ക് സോഡാപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ തൈര് വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ചിലർ ചുണ്ണാമ്പും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ അല്ലി വന്നിട്ടുണ്ട്, അതങ്ങോട്ട് കളയാം. ചുണ്ണാമ്പും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് വേണോ നമുക്ക്. ചുണ്ണാമ്പിനേക്കാളിലും നമുക്ക് സോഡാപ്പൊടി ആകുമ്പോൾ നമ്മൾ ഫുഡിന് ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്രയും വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇതാ കണ്ടേ, കളറ് ചേഞ്ചായി വരുന്നത് കണ്ട, നല്ല കറുത്ത കളറായി. ഇനി ഇത് ഉണങ്ങാനും കൂടി വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പം നല്ല ഡാർക്ക് കളറ് ആയിട്ടുണ്ട്. നമ്മളിനി സിന്ദൂരമൊന്നും പുറത്തുനിന്ന് പോയി വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുത്താൽ മതി. കുറച്ചുകൂടെ ഇനി കളറ് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങാ നീര് വീണ്ടും നമുക്ക് കുറച്ചുകൂടി നാരങ്ങ നീര് വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം. സോഡാപ്പൊടി ചേർത്തതിന് ശേഷം നാരങ്ങ നീരായതുകൊണ്ടാണ് അത് പതഞ്ഞ് വന്നത്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി പുറത്തുനിന്നും പോയി കുങ്കുമം വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിലെ 3 ചേരുവകൾ വച്ച് തന്നെ നമുക്ക് കളർ ചേഞ്ച് ആയത് കണ്ട. അപ്പം നമുക്ക് ഇതിന് ഇത്രയും കളറ് മതിയെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കളർ കൂടണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ മതി. നാരങ്ങ നീര് ഒഴിക്കുന്നതിനനുസരിച്ചാണ് കളർ ചേഞ്ച് വരുന്നത്.
എന്നിട്ട് ഇതൊരു പരന്ന പാത്രത്തിലോ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ ഉണക്കാനായിട്ട് വച്ചാൽ മതി. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്കത് ഉണങ്ങാനായിട്ട് വയ്ക്കാം. ഇതിൽ തന്നെ വെച്ചാലും മതി. എന്നാൽ പരന്ന പാത്രമാകുമ്പോൾ കുറച്ചുകൂടെ വേഗം നമുക്ക് ഉണങ്ങിക്കിട്ടും. അതുകൊണ്ടാണ്. അപ്പം നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കുങ്കുമം റെഡി ആയിട്ടുണ്ട്. കുങ്കുമം അല്ലെങ്കിൽ സിന്ദൂരം എന്താ നല്ല കളറ്. ഇനി നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ ചേരുവകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കാം. നമ്മുടെ സിന്ദൂരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.